സോ നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി 2 ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ നേവി റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവിയുടെ ആപ്ലിക്കേഷൻ ഫോർ അൺമെയ്ഡ് മെയിൽസിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ആപ്ലിക്കേഷൻ കൂടി വിളിച്ചിരിക്കുകയാണ്. കാൻഡിഡേറ്റ് ഫോർ അഗ്നിവീർ അപ്രൻറ്റീസിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്, അപ്രൻറ്റീസ് നോട്ടിഫിക്കേഷനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പുതിയൊരു ടൈപ്പിലുള്ള നേവിൻ്റെ നോട്ടിഫിക്കേഷനാണിത് കേട്ടോ, പുതിയതൊന്നും കൂടി വന്നിരിക്കുകയാണ്. സോ 2 ബാച്ച് ഉണ്ട്, 01/2027 ആൻഡ് 02/2027. ഈ 2 ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത്. ആൺകുട്ടികൾക്ക് മാത്രമേ, അവിവാഹിതരായിട്ടുള്ള ആൺകുട്ടികൾക്ക് ഇതിന് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും 50% മാർക്കോട് കൂടി 10ാം ക്ലാസ് വേണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ കൂടി ചോദിക്കുന്നത് കാണാൻ സാധിക്കും. 3 ഇയർ ഡിപ്ലോമ കൂടി ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ അതിലും 50% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അത് എഞ്ചിനീയറിംഗിൽ, ഇവിടെ ഒരുപാടധികം എഞ്ചിനീയറിംഗ് സ്ട്രീം പറയുന്നുണ്ട്, ഇതിലാണ് വേണ്ടത് കേട്ടോ. അതായത് 3 ഇയർ ഡിപ്ലോമ ഇവിടെ പറയുന്ന ഈ ഒരു ഇതിലുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ ഇലക്ട്രിക്കൽ വിഭാഗമാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ പഠിച്ച ഡിപ്ലോമ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഏജ് ക്രൈറ്റീരിയയിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്രൻറ്റീസ് 01/2027 ബാച്ചിലേക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 ഡിസംബർ 2004 31 മെയ് 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി 02/2027 ആണെങ്കിൽ 1 മെയ് 2005 അതുപോലെ 31 ഒക്ടോബർ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. സോ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പറയുകയാണെങ്കിൽ ഇത് രണ്ടിനും അപേക്ഷിക്കാനുള്ളൊരു ഏകദേശ ഏജ് ലിമിറ്റും കൂടി ഇവിടെ കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. 1 ഡിസംബർ 2004 അതുപോലെ 31 ഒക്ടോബർ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളവർക്ക് ഈ 2 പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. ഒന്നിന് മാത്രമാണ് ഏജ് ലിമിറ്റ് എങ്കിൽ അങ്ങനെയും കൊടുക്കാം. സോ മെരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അഗ്നിവീറാണ്, നിങ്ങൾക്കറിയാം അഗ്നിവീറിനുള്ള സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞതാണ്, ഫെമിലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം 5 ജൂണിനാണ്. 29 ജൂൺ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കറപ്ഷൻ വിൻഡോ 6 ജൂലൈ 2026 വരും. പിന്നെ ഓഗസ്റ്റ് 2026 ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ നടക്കുക. പിന്നെ അതിൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് 2026 ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ തുടക്കത്തിലായിട്ടോ റിലീസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അഗ്നിവീർ 2 അഗ്നിവീറാണല്ലോ ഇത് വിളിച്ചിട്ടുള്ളത്, അതായത് 01/2027 02/2027. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഫസ്റ്റിൻ്റെ നടക്കും. 01/2027 നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ചവരാണ്. അത് രണ്ടിനും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ കോൾ ലെറ്റർ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണ് ജോയിനിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 02ൻ്റെ ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫസ്റ്റ് നേവിയുടെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിൽ എക്സാമാണ് വരുന്നത്. പിന്നെ സ്റ്റേജ് 2 ഫിസിക്കലും സ്റ്റേജ് 2 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ, അപേക്ഷാ ഫീസ് വരുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫീസ് ഓക്കെയാണ്, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊക്കെയാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫീസും കൂടി കൺസിഡർ ചെയ്യുക. 550 രൂപയാണ് ഫീസ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്ലസ് 18% GST കൂടി നമ്മൾ അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചിരിക്കുക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഇതിൽ ആൺകുട്ടികൾക്ക് വരുന്ന ഫിസിക്കൽ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ, അതായത് 1.6 കിലോമീറ്റർ ഓട്ടം ഏകദേശം 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ തീർത്തണം. പിന്നെ സ്ക്വാട്സ് ഉണ്ട് 20 തവണ, പുഷപ്പ് 15 തവണ, ബാക്കിംഗ് സിറ്റപ്സ് 15 തവണ. ഇതെടുത്താൽ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. ആദ്യം തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കാം. സോ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് കേട്ടോ നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇവിടുന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ യു ക്യാൻ സി ഹിയർ, ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും, അതുകൊണ്ട് താഴെ നൽകുന്നില്ല. സോ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ വെബ്സൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ പോകുന്നതാണ് നോട്ടിഫിക്കേഷൻ, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റ് കിട്ടാൻ പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.